1912 ഏപ്രിൽ മാസത്തിൽ യൂറോപ്പിലെ തന്റെ സന്യാസിനികളെ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു 62-കാരിയായ മദർ കാബ്രേനി. ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ സന്യാസ ഭവനങ്ങൾ കൂടി സന്ദർശിക്കാൻ അവർ പദ്ധതിയിട്ടിരുന്നു. തങ്ങളുടെ സഭാസ്ഥാപകയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്ന ഇംഗ്ലണ്ടിലെ കന്യാസ്ത്രീകൾ അവർക്കൊരു സമ്മാനം നൽകാൻ തീരുമാനിക്കുകയും ടൈറ്റാനിക് കപ്പലിൽ യാത്ര ചെയ്യുന്നതിനുള്ള ടിക്കറ്റ് വാങ്ങുകയും ചെയ്തു. എന്നാൽ ആ ദിനങ്ങളിലാണ് മദർ ന്യൂയോർക്കിൽ സ്ഥാപിച്ച കൊളംബസ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലായത്. ആശുപത്രിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പണം സ്വരൂപിക്കുന്നതിനായി മദർ കാബ്രേനിക്ക് യാത്ര മാറ്റിവെക്കേണ്ടി വന്നു. മദറിനെ കാത്തിരുന്ന സഹോദരിമാർ നിരാശരായെങ്കിലും അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒരുപക്ഷെ കടലിൽ അവസാനിക്കുമായിരുന്ന മദറിന്റെ ജീവൻ ദൈവം കാത്തുപാലിക്കുകയായിരുന്നു. 1912 മെയ് 5 തന്റെ സമൂഹത്തിലെ ഒരു സന്യാസിനിക്ക് അയച്ച കത്തിൽ മദർ കാബ്രേനി ഇപ്രകാരം എഴുതി: അന്ന് ഞാൻ ലണ്ടനിൽ പോയിരുന്നെങ്കിൽ ടൈറ്റാനിക്കിനൊപ്പം കടലിൽ മുങ്ങുമായിരുന്നു. എന്നാൽ എന്നെ നിരന്തരം പരിപാലിക്കുന്ന ദൈവം അതിന് അനുവദിച്ചില്ല. ടൈറ്റാനിക് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് 1890 മറ്റൊരു കപ്പൽ അപകടത്തിൽ നിന്നും മദറിനെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലേക്കുള്ള യാത്രയിൽ സഹസന്യാസിനികൾ ഉൾപ്പെടെ 1000-ഓളം വരുന്ന യാത്രക്കാരാണ് അന്ന് കപ്പലിൽ ഉണ്ടായിരുന്നത്. എഞ്ചിൻ തകരാറിനെ തുടർന്ന് 11 മണിക്കൂറോളം പ്രക്ഷുബ്ധമായ കടലിൽ കപ്പൽ നിർത്തിയിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് കടൽ ശാന്തമാവുകയും അവർ സുരക്ഷിതരായി യാത്ര തുടരുകയും ചെയ്തു. കപ്പലിന്റെ ചുറ്റുമുണ്ടായിരുന്ന മഞ്ഞുമലകൾക്ക് കപ്പലിനേക്കാൾ 12 മടങ്ങ് വലിപ്പമുണ്ടായിരുന്നതായി പിന്നീട് മദർ തന്നെ എഴുതിയിട്ടുണ്ട്. എഞ്ചിൻ തകരാറിലായി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ കപ്പൽ തീർച്ചയായും മഞ്ഞുമലകളിൽ തട്ടി അപകടമുണ്ടാകുമായിരുന്നു എന്ന് എഴുതിയ മദർ, ചില കാലതാമസങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ മദർ കാബ്രേനി അനാഥാലയങ്ങൾ, ആശുപത്രികൾ, പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള സ്കൂളുകൾ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമായി 70ഓളം സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാർക്കിടയിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി മദർ സ്ഥാപിച്ചതാണ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹം. 1917 67-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മദർ കാബ്രേനിയെ 1947 ജൂലൈ 7 പിയൂസ് 12-ാമൻ പാപ്പയാണ് വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പൗരത്വമുള്ള ആദ്യ വിശുദ്ധയാണ് മദർ കാബ്രേനി.